ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുമ്പസാരക്കൂട് എവിടെയാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ പറ്റും, അത് മെജുഗോറെ തീർത്ഥാടന ദേവാലയത്തിൻ്റെ സൈഡിലാണ്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, 150 വരുന്ന വൈദികർ കുമ്പസാരക്കൂട്ടിലുണ്ട്. നിനക്കതേത് ഭാഷയിൽ കുമ്പസാരിക്കണം, ആ ഭാഷയിൽ കുമ്പസാരിക്കാം. ഇംഗ്ലീഷ് വേണോ, മലയാളം വേണോ, യൂറോപ്പിൻ്റെ ഏത് ലാംഗ്വേജ് വേണോ, ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് വന്നാലും നിനക്ക് നിൻ്റെ ഭാഷയിൽ കുമ്പസാരിക്കാൻ പറ്റുന്ന സൗകര്യം മെജുഗോറയിലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കൂടാതെ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 45ാം വാർഷികം ആഘോഷിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും വന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം 7 മണിക്കുള്ള ഇൻ്റർനാഷണൽ മാസിന് 1 ലക്ഷത്തിലധികം പേര് എല്ലാ ദിവസവും ഉണ്ട്. കൂടാതെ ഇവിടെ വന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർ ഒരു ദിവസം കണക്കെടുത്താൽ ലക്ഷങ്ങൾ വരും. വളരെ പ്രധാനപ്പെട്ട 2-3 സ്പോട്ടാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമുക്ക് ഇവിടെ എപ്പോഴും കുമ്പസാരത്തിലുള്ള സൗകര്യമുണ്ട്. 2, മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ആപ്പറേഷൻ ഹിൽ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇവിടെയുണ്ട്. അവിടെ എല്ലാ ദിവസവും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് 7 ദിവസത്തെ നൊവേനയും അതോടൊപ്പം തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലും സന്ദേശം കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ സായനങ്ങളിൽ അവിടെ പോയി മാതാവിൻ്റെ സാന്നിധ്യത്തിലിരുന്ന്, ഒരു മലമുകളിലാണ്, അവിടെ ഇരുന്ന് മാതാവ് കൊടുത്ത സന്ദേശങ്ങൾ ഇവർ നമ്മളോട് പങ്കുവയ്ക്കും നമ്മുടെ ഭാഷയിൽ. അങ്ങനെ മാതാവിൻ്റെ സന്ദേശങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. കൂടാതെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അനേകായിരങ്ങൾ കയറുന്ന, പ്രാർത്ഥനയോടെ പരിത്യാഗത്തോടെ കയറുന്ന ഒരു, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ മലയാറ്റിലുള്ള പോലെ ഒരു കുരിശുമലയുണ്ട്. അതും 1-2 മണിക്കൂർ എടുക്കും മുകളിലെത്താനായിട്ട്. ഈ കടന്നു വരുന്ന ദൈവജനം മുഴുവനും ഈ ആലയത്തിൽ വരുമ്പോൾ ഒറ്റ ലക്ഷ്യമുള്ള ഈ തീർത്ഥാടനത്തിന്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെ ബലപ്പെടുത്തിയെടുക്കുക. മാതാവ് കൊടുത്ത സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 6 സന്ദേശങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക വഴി സമാധാനം പുനഃസ്ഥാപിക്കുക. പ്രത്യേകിച്ച് ദൈവത്തോടും സഹോദരങ്ങളോടുള്ള അനുരഞ്ജനവും ആ ബന്ധം പുനഃസ്ഥാപനം വഴി സമാധാനം പുനഃസ്ഥാപിക്കുക. അതാണ് മാതാവ് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടൊരു സന്ദേശം. ഇനി അതിനെന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് വലിയ ശക്തിയുണ്ടെന്ന് അമ്മ പറഞ്ഞു. ഹൃദയം കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ എന്തെങ്കിലും മെജുഗോറയിൽ വരാൻ പറ്റിയാൽ ഇവിടെ നോക്കേണ്ട ഒരു പ്രത്യേക ഭയങ്കരമായൊരു, എനിക്ക് സന്തോഷം നൽകിയ ഒരു കാര്യമാണ്, എല്ലായിടത്തും നിശബ്ദതയാണ്. ആരും സംസാരിക്കാതെ, ആരും ഇങ്ങനെ വ്യക്തിപരമായി എല്ലായിടത്തും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മളിവിടെ കാണുക. അതുകൊണ്ട് തന്നെയാണ് ഈ റെക്കോർഡിങ് പോലും ഞാൻ അല്പം മാറി നിൽക്കുന്നത്, ദേവാലയത്തിൻ്റെ തൊട്ടടുത്ത പരിസരത്തും നിൽക്കാത്തതിന് കാരണം എല്ലായിടത്തും ആൾക്കാർ വളരെ ശാന്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ പറ്റും. അപ്പോൾ പ്രാർത്ഥനയിലൂടെ, ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥനയിലൂടെ ദൈവസ്നേഹത്തിൽ വളരാനുള്ള ആഹ്വാനം അമ്മ നൽകി. പിന്നെ അതിനുവേണ്ടി എന്ത് ചെയ്യണം? അമ്മ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, കൊടുത്ത് നൽകിയ സന്ദേശങ്ങളാണ്. ഒന്ന്, എല്ലാ ദിവസവും ദൈവവചനം വായിക്കുക. 2, ഉപവാസം എടുക്കുക. ബുധനാഴ്ച ദിവസം പ്രത്യേകിച്ച് വെള്ളവും ബ്രെഡും കഴിച്ച്, വെള്ളം യേശുവിൻ്റെ രക്തത്തെയും അപ്പം അല്ലെങ്കിൽ ബ്രെഡ് യേശുവിൻ്റെ ശരീരത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അപ്പം അത് ഓർത്തെടുത്ത് ഉപവാസം എടുക്കാൻ അമ്മ ആവശ്യപ്പെട്ടു. 3, മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുക. കുമ്പസാരത്തിലൂടെ, അനുതാപത്തിലൂടെ ശക്തമായ തിന്മയ്ക്കെതിരുള്ള പോരാട്ടത്തിൽ വിജയിക്കാൻ പറ്റും. കുമ്പസാരത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കൂടാതെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കൂടാൻ പറ്റുമെങ്കിൽ, പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ, ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. ഇതൊക്കെയാണ് അമ്മ നൽകിയ ആ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾക്കാണ് ഈ മെജുഗോറെ തീർത്ഥാടനത്തിന് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ, എവിടെ ചെന്നാലും, അത് ആപ്പറേഷൻ ഹില്ലിൽ ചെന്നാലും, കുരിശിൻ്റെ വഴി കയറി ചെല്ലുന്ന ആ കുരിശുമലയിൽ ചെന്നാലും,
മറ്റെവിടെ ചെന്നാലും അവിടെ നിന്ന് തിരികെത്തിച്ചു പോലും പ്രാർത്ഥനയില്ല. അവിടെ ചെല്ലുന്നു, മലമുകളിൽ ഇരിക്കുന്നു, ശാന്തമായിട്ടിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് തന്നെ എല്ലായിടത്തും കാണും. അങ്ങനെ ഇപ്പോൾ ഈ 45-ാമത്തെ വാർഷികം അപ്പരീഷൻ്റെ മാതാവ് ഈ 6 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 45-ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ നിശ്ചയമായിട്ടും അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഇവിടെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. വരുന്നവരൊക്കെ ജീവിതം നവീകരിച്ചുകൊണ്ടാണ് ഇവിടുന്ന് കടന്നു പോകുന്നത്. വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്തവരൊക്കെ ഈ മണ്ണിൽ കാലുകുത്തിയാൽ കുമ്പസാരിച്ചിട്ട് ഇവിടെ നിന്ന് പോകൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം. അതുകൊണ്ട് ഈ ഇടത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അമ്മ ആവശ്യപ്പെട്ടതുപോലെ ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാനും കലഹങ്ങൾ ഒഴിവായി, ഭിന്നതകൾ ഒഴിവായി, യുദ്ധങ്ങൾ ഒഴിവായി ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ട് സഹോദര ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ച് സമാധാനം സ്ഥാപിക്കപ്പെടാൻ വേണ്ടി ഇടത്തിലായിരിക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ലോകം മുഴുവനും സമാധാനം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. മെജുഗോറയിൽ നിന്നും വിജിലച്ചൻ, ക്യാമറാമാൻ അമൽ മാത്യുവിനോടൊപ്പം. ആമേൻ.